ശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ പരാതി നേരിട്ട് കാണാനെത്തിയ പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രദേശത്ത് നാട്ടുകാരുടെ പരാതി നേരിട്ട് കാണാൻ നഗരസഭാ കൗൺസിലർമാരോടൊപ്പം കരിയാട് എത്തിയത്. രാത്രികാലങ്ങളിൽ കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് കാരണം കർഷകർ പ്രതിസന്ധിയിലായതോടെയായിരുന്നു സന്ദർശനം. കൗൺസിലർമാരായ NA കരീം, അൻവർ കക്കാട്ട് എന്നിവരും കൂടെയുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമായി ഇടപെടണമെന്ന് ഹാഷിം ആവശ്യപ്പെട്ടു. നമ്മുടെ നാട്ടില് കാട്ടുപന്നികളുടെ ശല്യം അതിരൂക്ഷമായി ഓരോ ദിവസവും വരികയാണ്. ആളുകൾ വളരെ പ്രയാസത്തോടു കൂടിയാണ് രാത്രികാലങ്ങളിലായാലും പകലായാലും കൃഷിയിടങ്ങളിലോ പൊതുസ്ഥലത്തോ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ കാട്ടുപന്നികൾ ആളുകൾ ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മൊകേരിയിൽ ഒരാളെ കൃഷിയിടത്തിൽ വെച്ച് കാട്ടുപന്നി ആക്രമിച്ച് അദ്ദേഹം കുത്തേറ്റ് മരണപ്പെട്ടതാണ് ഏറ്റവും അടുത്തതായി നമ്മുടെ മുന്നിലേക്ക് വന്ന വാർത്ത. കഴിഞ്ഞ ദിവസം കരിയാട് മേഖലയിൽ ഇതുപോലെ കാട്ടുപന്നി ശല്യവുമായി ബന്ധപ്പെട്ട് ആളുകൾ വിളിക്കുകയും ആ പ്രദേശത്ത് കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രങ്ങൾ ഉള്ള സ്ഥലങ്ങൾ രാത്രിയിൽ ഒരു 9 മണിക്കും 10 മണിക്കും ഇടയിലുള്ള ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് ഞങ്ങളും അവിടെയുള്ള കൗൺസിലർമാരൊക്കെ പോയി. ആ സമയത്താണ് പെട്ടെന്ന് എന്റെ മുന്നിലേക്ക് കാട്ടുപന്നി എടുത്തു ചാടുന്ന രീതിയിലേക്ക് അവിടെ 2 കൗൺസിലർമാർ, അവിടെയുള്ള അൻവർ കക്കാട്ട്, NA കരീം ഉൾപ്പെടെയുള്ള 2 കൗൺസിലർമാർ കൂടെ ഉണ്ടായിരുന്നു. പുത്തൻപള്ളി പരിസരത്താണ് കാട്ടുപന്നി അതിരൂക്ഷമായ ശല്യം ഉണ്ടാകുന്നത് എന്ന ആളുകൾ പറയുകയും ഞാനും കൗൺസിലർമാരൊക്കെ അത്ഭുതകരമായിട്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. കാരണം അത് നടന്നു പോകുന്ന വഴികളിൽ വിജനമായ സ്ഥലത്തുകൂടി കാട്ടുപന്നികൾ കടന്നു വരികയും നേരെ മുന്നിലേക്ക് എടുത്തു ചാടുന്ന രീതിയിലേക്ക് ആണ് ഉണ്ടായത്. ആ ഒരു അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ്. ജീവൻ കിട്ടിയത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. നമ്മുടെ മേഖലകളിലൊക്കെ ഇതുപോലെ വലിയ രീതിയിൽ കാട്ടുപന്നികളുടെ ശല്യമുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നഗരസഭ കഴിഞ്ഞ കൗൺസിൽ യോഗങ്ങളിലൊക്കെ ഇത് വലിയ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്തിട്ടുണ്ട്.